പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, തിരുവചനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതകൾക്ക് പ്രകാശമായി ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന നിൻ്റെ വചനം ഞങ്ങൾ വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ ധ്യാനം കൂടി വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. നീ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഏവൻഗേലിയനായിട്ട് വായിച്ച ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാകും. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം സഫലം ആകേണ്ട ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ്. സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം. ഈ 15-ാം അധ്യായം തുടങ്ങുന്നത് യേശുക്രിസ്തു പറഞ്ഞതായ ഐ ആം സെയിൻസ്, ഞാനാകുന്നു എന്ന് പറഞ്ഞ 7 ആ ഉദ്ധരണിയിലെ അവസാനത്തെ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 15-ാം അധ്യായം ആരംഭിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഐ ആം സെയിൻസ് എന്ന് പറയുന്ന, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നൊക്കെ പറയുന്ന ആ 7 എണ്ണത്തിൽ അവസാനത്തെയാണ് ഇത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ 2 പ്രമാണങ്ങൾ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. 2, ഫലം കായ്ക്കുക. ക്രിസ്തുവിൽ വസിക്കുക, അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ഫലം കായ്ക്കുക, ബെയറിങ് ഫ്രൂട്ട്. ഈ 2 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ 2 പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. യേശുക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വലിയൊരു ആശയമാണിത്. എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറയുന്നതായിട്ടുള്ള കർത്താവിനോടുള്ള ആഴമായ ബന്ധം, സംസർഗം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ സഫലമാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ. സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം സഫലമാക്കി തീർക്കണമെങ്കിൽ നിരന്തരം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം, ഇതിനു മുമ്പുള്ള അധ്യായം 6-ാം അധ്യായത്തിലെ 56-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ പറയാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പം വിശുദ്ധ കുർബാനയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി അടുത്തു വരുമ്പോൾ ഇവിടെ പട്ടക്കാരൻ സ്ഥാപന വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചതായിട്ടുള്ള അപ്പവീഞ്ഞുകൾ. സ്ഥാപന വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ഇത് സ്ഥാപിച്ച അവസരത്തിൽ പറഞ്ഞതായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചതായിട്ടുള്ള അപ്പവീഞ്ഞുകൾ നൽകുമ്പോൾ അത് നമ്മുടെ ശാരീരികമായ വായ കൊണ്ട് ആ അപ്പവീഞ്ഞുകൾ നാം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെയാണ് നാം സ്വീകരിക്കുന്നത്, കർത്താവിനെയാണ് നാം സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ആ മാംസം തിന്നുകയും അവൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവനിൽ വസിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും.
അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഇവിടെ വന്ന് ഒന്നും ചിന്തിക്കാതെ അങ്ങനെ പോകുവാൻ കഴിയില്ല. നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറയുന്നൊരു കൂദാശയാണ്. അതിനു മുമ്പ് ഒരു കൂദാശ ഇവിടെയുണ്ട്. അത് പാപങ്ങൾ ഏറ്റുപറയുന്ന കുമ്പസാരത്തിൻ്റെ കൂദാശയാണ്. ഓരോ ഞായറാഴ്ചയും 2 കൂദാശകൾ ഇവിടെ നടക്കുകയാണ്. കുമ്പസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളും പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം അടുത്തു വരുന്നു. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഉള്ള ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഞാനതിന് യോഗ്യനല്ല എന്ന് പറയുന്നതാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഞാനതിന് യോഗ്യനല്ല എന്ന് ഓരോരുത്തരും പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നാം കുറ്റക്കാരാണ്, കുറവുള്ളവരാണ്. അത് ഞാൻ തിരുസന്നിധിയിൽ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അത് കൈക്കൊള്ളുമ്പോൾ നല്ല ഫലം ജീവിതത്തിൽ പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾ, അപ്പോൾ കൊമ്പുകൾ എന്ന് പറയുമ്പോൾ പല കൊമ്പുകളുണ്ട്, ശിഖരങ്ങളുണ്ട്. ഒരു ഇടവക എന്ന് പറയുന്നത് കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഈ ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന ശിഖരങ്ങൾ, കൊമ്പുകൾ ഒരുമിച്ച് ചേർന്നതാണ് ഇടവക എന്ന് പറയുന്നത്. ഇന്ന് നാം ഇടവക ദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് നല്ല ഇടവകയായി നല്ല ഫലം കായ്ക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവ് മുന്തിരിവള്ളി ആയിരിക്കുകയും നാം എല്ലാവരും ആ മുന്തിരിവള്ളിയിൽ ഒരുപോലെ കൊമ്പുകളായി വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഇടവകയായിട്ട് നമുക്ക് നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ശിഖരങ്ങൾ, കൊമ്പുകൾ പലതുണ്ട്. എല്ലാ ശിഖരങ്ങളും ചേരുമ്പോഴാണ് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുന്നത്. യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ നാം എല്ലാവരും ശിഖരങ്ങളായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ, ഐകമത്യത്തോടുകൂടി നിലകൊള്ളുമ്പോൾ, ഇടവകയായിട്ട് നമുക്ക് ഈ പ്രദേശത്ത് സഫലമായ ഇടവക ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് സംശയമില്ല. സഭ ഫലദായകമാകുന്നത് പരസ്പര ബന്ധത്തിലാണ്. ക്രൂശിൻ്റെ ആകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം. ക്രൂശിൻ്റെ ആകൃതി 2 തലങ്ങളുണ്ട് അതിന്. ഒന്ന് അത് ഉയരത്തിലേക്കുള്ള തലം, പെർപെൻഡിക്കുലർ, ലംബമായത്. മറ്റേത് സമാന്തരമായത്. അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോഴാണ് കുരിശ് ആകുന്നത്. നാം ദൈവത്തോടുള്ള ബന്ധം, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധം, ഇത് രണ്ടും പൂർത്തീകരിക്കുമ്പോഴാണ് ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ സാധ്യതപ്രായമാകുന്നത്. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത്. ക്രിസ്തീയ ജീവിതം സഫലമായി നമുക്ക് നൽകുവാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്ന് നാം ഓർക്കേണ്ടതാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ഇടവക ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ചേർന്ന് വരുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, അവനിൽ വസിക്കണം. കർത്താവ് പറയുകയാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വിശുദ്ധ കുർബാനയ്ക്കായി അടുത്തു വന്ന് അപ്പവീഞ്ഞുകൾ നാം സ്വീകരിക്കുമ്പോൾ കർത്താവിനെ നാം കണ്ടുമുട്ടുകയാണ്. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് അടുത്തു വരുമ്പോൾ യേശു കർത്താവിനെ നമ്മൾ മുഖാമുഖമായി കാണുകയാണ്. കാണുക മാത്രമല്ല, അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. കർത്താവേ, എന്നെ കൈക്കൊള്ളണമേ, നീ എന്നിലേക്ക് വരണമേ, എന്നിൽ വസിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തരും അടുത്തു വന്ന് അതിൽ പങ്കെടുക്കാം. എന്നാൽ നമ്മൾ ഒരാൾ മാത്രമല്ല വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്. നാം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ശിഖരങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് നാം ഒരുമിച്ച് ഇവിടേക്ക് അടുത്ത് വരുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം
ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? എന്ന് പറഞ്ഞാൽ നാം അപ്പം കഴിക്കുന്നത് ഒരേ അപ്പത്തിൻ്റെ അംശികളാണ്. ആ അപ്പത്തിൽ നിന്ന് മുറിച്ചാണ് എല്ലാവർക്കും നൽകുന്നത്. അപ്പം അവിടെ ഇരിപ്പുണ്ട്, അത് ഇതുവരെ മുറിച്ചിട്ടില്ല, ഇതിൻ്റെ മധ്യേ മുറിക്കും. മുറിച്ച് എല്ലാവർക്കും എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഇടവകയുടെ ഒരു ഐക്യതയാണ് കാണിക്കുന്നത്. പാനപാത്രം കാസായിൽ നിന്ന് വീഞ്ഞ് ഒരേ കാസായിൽ നിന്നാണ് എല്ലാവർക്കും പകർന്ന് നൽകുന്നത് എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവികമായിട്ടുള്ള സ്നേഹം പങ്കുവെക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇവിടെ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ വലിയൊരു ദൗത്യം നമുക്കുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ ശരീരമായ ഈ അപ്പം മുറിച്ച് നമുക്ക് നൽകിയത്. അവൻ്റെ രക്തമായിട്ടുള്ള വീഞ്ഞ് പകർന്നു തന്നത്. ആ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. ഈ ചിന്തകളോടുകൂടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ തിരുമേശ എന്ന് നമ്മൾ പറയാറുണ്ട്. തിരുമേശ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മേശ എന്നാണ്. ആ മേശ ഒരുക്കി തരുന്നത് കർത്താവാണ്. കർത്താവ് നമ്മെ ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് നമ്മെ ദൈവസന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നു. അവനാണ് ഈ വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത് എന്ന് നാം ഓർക്കേണ്ടതാണ്. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന അവസരത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാകുന്നു. കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളായി നമ്മുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ നിലനിൽപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവരാജ്യ മഹത്വത്തിന് നിലമാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ.